ജീവന്റെ പുസ്തകത്തിൽ ആരുടെ പേരുകളാണ് എഴുതുന്നത്? ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ജീവന്റെ ചുരുൾ അഥവാ ഓർമ്മപുസ്തകം എന്ന് വിളിച്ചിരിക്കുന്ന ജീവന്റെ പുസ്തകത്തിൽ നിത്യജീവൻ എന്ന സമ്മാനം ലഭിക്കാൻ പ്രത്യാശയുള്ളവരുടെ പേരുകളാണുള്ളത്. വെളിപാട് 3:5 പറയുന്നു, ജയിക്കുന്നവൻ അങ്ങനെ വെള്ളവസ്ത്രമണിയും. ജീവന്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ അവന്റെ പേര് ഒരിക്കലും മായ്ച്ചുകളയില്ല. എന്റെ പിതാവിന്റെ മുന്നിലും പിതാവിന്റെ ദൂതന്മാരുടെ മുന്നിലും അവന്റെ പേര് ഞാൻ അംഗീകരിക്കും. തന്നോടുള്ള വിശ്വസ്തമായ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതേണ്ട പേരുകൾ തീരുമാനിക്കുന്നത് ദൈവമാണ്. ഒരു പുസ്തകത്തിൽ എഴുതിയാലെന്ന പോലെ ലോകാരംഭം മുതലുള്ള തന്റെ വിശ്വസ്തദാസന്മാരുടെ പേരുകൾ ദൈവം ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ആദ്യത്തെ വ്യക്തി തെളിവനുസരിച്ച് വിശ്വസ്തനായ ഹാബേലായിരുന്നു. തനിക്കുള്ളവരെ അറിയുന്ന സ്നേഹനിധിയായ ദൈവമാണ് യഹോവയെന്ന് ജീവന്റെ പുസ്തകം തെളിവ് നൽകുന്നു. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചുകളയാനാകുമോ? കഴിയും. പുരാതന ഇസ്രായേലിലെ അനുസരണമില്ലാത്ത ആളുകളെക്കുറിച്ച് പുറപ്പാട് 32:33 യഹോവ ഇങ്ങനെ പറഞ്ഞു, ആരാണോ എനിക്കെതിരെ പാപം ചെയ്തത് അവന്റെ പേര് എന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ മായ്ച്ചുകളയും. എന്നാൽ നാം വിശ്വസ്തരാണെന്ന് തെളിയിച്ചാൽ ജീവന്റെ ചുരുളിൽ നിന്ന് നമ്മുടെ പേര് ഒരിക്കലും മായ്ച്ചുകളയില്ല. ഇതിനെക്കുറിച്ചുള്ള ബൈബിൾ വാക്യങ്ങൾ താഴെ കൊടുക്കുന്നു.